നമ്മുടെ മനസ്സും ശരീരവും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. ഈ ബന്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു അതിമനോഹരമായ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമസ്കാരം, എല്ലാവർക്കും ജെ ജെ ടോക്സിലേക്ക് സ്വാഗതം. കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അതിമനോഹരമായ ഗ്രാമത്തിൽ രണ്ട് സഹോദരന്മാർ ജീവിച്ചിരുന്നു. കാഴ്ചയിൽ ഒരുപോലെയും എന്നാൽ സ്വഭാവത്തിൽ വ്യത്യസ്തരുമായിരുന്നു അവർ രണ്ടുപേരും. മൂത്തയാൾ ആരവ് സന്തോഷവാനും ശുഭാപ്തി വിശ്വാസക്കാരനുമായിരുന്നപ്പോൾ ഇളയവൻ രവി പലപ്പോഴും എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി. നിരവധി വെല്ലുവിളികൾ അഭിമുഖീകരിച്ചിട്ടും ആരവ് എപ്പോഴും അതിന്റെ പോസിറ്റീവ് വശങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിച്ചു. അത് അദ്ദേഹത്തെ രോഗങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ സഹായിക്കുന്നതായി തോന്നി. അതേസമയം തന്റെ നിഷേധാത്മകമായ ചിന്തകളാൽ ഭാരപ്പെട്ട രവിയോ രോഗിയായി മാറി. ഈ പ്രതിഭാസത്തിൽ അമ്പരന്ന ഗ്രാമീണർ ഗ്രാമത്തിലെ ജ്ഞാനിയും വൃദ്ധനുമായ മൂപ്പന്റെ ഉപദേശം തേടി. ശരീരവും മനസ്സും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തെക്കുറിച്ച് ആ മൂപ്പൻ ഒരു ഉപമയിലൂടെ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഒരു കർഷകൻ രണ്ട് വിത്തുകൾ നട്ടുപിടിപ്പിച്ചു. ഒന്ന് പ്രതീക്ഷയുടെയും മറ്റൊന്ന് ഭയത്തിന്റെയും. പോസിറ്റീവ് ചിന്തകളാൽ പരിപോഷിപ്പിക്കപ്പെട്ട പ്രത്യാശയുടെ വിത്ത് മധുരമായ കായ്കൾ കായ്ക്കുന്ന ചടുലമായ ഒരു വൃക്ഷമായി വളർന്നു. അതേസമയം ഭയത്തിന്റെ വിത്ത് നിഷേധാത്മക വികാരങ്ങളാൽ ഉണങ്ങിപ്പോയി. കർഷകന്റെ വിത്ത് അവന്റെ ചിന്തകളെ പ്രതിഫലിപ്പിക്കുന്നത് പോലെ തന്നെ ഈ സഹോദരങ്ങളുടെ ആരോഗ്യവും അവരുടെ മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. ആരവിന്റെ ശുഭാപ്തി വിശ്വാസം അവന്റെ ശരീരത്തിന് രോഗപ്രതിരോധം നൽകി. അതേസമയം രവിയുടെ നെഗറ്റീവ് ചിന്തകളോ അവനെ നിത്യരോഗിയാക്കി മാറ്റി. ക്രമേണ മൂപ്പന്റെ ഉപദേശത്തിൽ നിന്നും ജ്ഞാനം ലഭിച്ച രവി കൂടുതൽ പോസിറ്റീവ് ചിന്താഗതിക്കാരനായി മാറി. ക്രമേണ അദ്ദേഹത്തിന്റെ ആരോഗ്യവും മെച്ചപ്പെട്ടു. അവൻ കൂടുതൽ സന്തോഷവാനും സ്ഥിരോത്സാഹിയുമായി മാറി. മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധമായി ഈ സഹോദരന്മാരുടെ കഥ മാറുകയും ചെയ്തു. ഈ കഥയിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കുന്നത്? പോസിറ്റീവ് ചിന്തകളും വികാരങ്ങളും പരിപോഷിപ്പിക്കുന്നതിലൂടെ ഒരാൾക്ക് അയാളുടെ മാനസിക ക്ഷേമം മെച്ചപ്പെടുത്തുവാൻ മാത്രമല്ല അവരുടെ ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്താനും കഴിയും. അങ്ങനെ ഈ കഥയിലൂടെ നമ്മുടെ മനസ്സും ശരീരവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ഒരു ഗ്രാമത്തെയും അതിലുപരി ലോകത്തെ മുഴുവനും നമുക്ക് മനസ്സിലാക്കി തന്നു. മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.